കാട്ടാനശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടമ്പുഴയിലെ കർഷകർക്ക് കൃഷിയിടത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് സഹായം നൽകും. ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിലാണ് ഇത് സംബന്ധിച്ച് പദ്ധതിയുള്ളത്. ടൂറിസം മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും പ്രാധാന്യം നൽകിയാണ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പല പ്രദേശങ്ങളും കാട്ടാനശല്യത്തിന്റെ പിടിയിലാണ്. കാർഷിക വിളകൾക്ക് വൻ നാശമാണ് സംഭവിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കർഷകരെ സഹായിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സ്വന്തം കൃഷിയിടത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനാണ് സഹായം. 50% സബ്സിഡി നൽകുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. ഇതിനായി 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അതുപോലെ കർഷകർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്യമൃഗ ശല്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് അവർക്ക് അവരുടെ വിളകൾ എടുക്കും വിധം അവരെ ജീവിതത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമവും കൂടി ഈ ബഡ്ജറ്റിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന നമ്മുടെ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടും കൂടി നമ്മുടെ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ടൂറിസം മേഖലയുടെ വികസനത്തിനും 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിക്കായി 1 കോടി രൂപയും വകയിരുത്തി. ആകെ 77 കോടി രൂപ വരവും 76 കോടിയോളം രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. മൃഗസംരക്ഷണം, ആരോഗ്യം എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ഉദ്ദേശിച്ചുള്ള വരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 76,82,93,581 രൂപയും ചെലവ് 76,64,92,801 രൂപ ചെലവുമാണ് കണക്കാക്കുക. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകും വിധം ഏറ്റവും ഊന്നൽ കൊടുത്തിട്ടുള്ള ബഡ്ജറ്റ് ഇതുപോലെ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ബഡ്ജറ്റ് കൂടിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെ ലൈഫ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും വീട് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി ബഡ്ജറ്റിലുണ്ട്. യോഗത്തിൽ പ്രസിഡന്റ് മേരി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ കാന്തി വെള്ളക്കയ്യൻ, അരുൺ ചന്ദ്രൻ, ലിസി സൈമൺ, റോബിൻ സാബു, സനോജ് ഗോപാലൻ, ശ്രീജിത്ത് ശിവൻ, MK രാമചന്ദ്രൻ, EK ജോഷി, KP ഗോപിനാഥ്, കവിത ഗോപകുമാർ, സൽമ ഷാനവാസ്, അരുണിമ വിനീഷ്, റോമി ബിനോയി, ബിന്ദു രാജേന്ദ്രൻ, ഭാഗ്യലക്ഷ്മി രാജൻ, സെക്രട്ടറി പോൾസൺ റോബർട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. 1000-ലധികം സ്ഥലമില്ലാത്തവരുടെയും അതോടൊപ്പം തന്നെ വീടില്ലാത്തവരുടെയും ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ ഇപ്പോൾ 500ഓളം വീടുകൾ കൊടുത്തു കഴിഞ്ഞു. ഈ വർഷവും നമ്മൾ 100 വീടുകൾക്കുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ടൂറിസം മേഖലയാണ് ഇനി ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വികസന പ്രവർത്തനം, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് ടൂറിസമാണ്. അതിന് നമ്മളുടെ സ്വന്തമായ പഞ്ചായത്തിൽ അതിൻ്റെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ MP MLA തുടങ്ങിയവരുടെയും അല്ലെങ്കിൽ CSR ഫണ്ടുകളും അങ്ങനെ വിവിധ തരത്തിലുള്ള ഫണ്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് ആ ടൂറിസം വികസിപ്പിക്കാനുള്ള എല്ലാ പദ്ധതികളും നമ്മൾക്ക് കഴിയുന്നത്ര രീതിയിൽ അത് രൂപപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് നമ്മൾക്കുണ്ട്. GTV ന്യൂസ് കുട്ടമ്പുഴ.